ഹായ് ഫ്രണ്ട്സ്, റോയൽ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ഫേസ് നെറ്റ് എങ്ങനെ അടിക്കാം, എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഫേസ് നെറ്റ്. പിന്നെ ഈ ഫേസ് നെറ്റ് അടിക്കാൻ ആകെ 2 പീസിൻ്റെ ആവശ്യമുള്ളൂ. അതിലൊരു പീസ് ഇതാണ്. ഇതിൻ്റെ വീതി 16 ഇഞ്ചാണ്. 16 ഇഞ്ച് വീതി, അതേപോലെ അതിൻ്റെ നീളം 30 ഇഞ്ചും. 16 ഇഞ്ച് വീതി 30 ഇഞ്ച് നീളമുള്ളൊരു പീസ്. രണ്ടാമത്തെ പീസ് 6 ഇഞ്ച് വീതി. 6 ഇഞ്ച് വീതിയും ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 36 ഇഞ്ചാണ് കേട്ടോ. 36 ഇഞ്ച് ലെങ്ത്തുള്ള രണ്ടാമത്തെ ഒരു പീസ്. അങ്ങനെ ഈ 2 പീസ് ഈ ഫേസ് നെറ്റ് അടിക്കാൻ ആകെ ആവശ്യമുള്ളൂ. ഓക്കെ, 36 ഇഞ്ച് നീളം കേട്ടോ. ഇനി നമ്മൾ ഫസ്റ്റ് എടുത്ത ആ പീസ് ഉണ്ടല്ലോ, അതിന്മേൽ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാണ്. ഇതേമാതിരി കറക്റ്റ് സെൻറ്റർ ഫോൾഡ് ചെയ്തിടുക. അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ടിട്ട് ഈ സൈഡ് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ ഈ രണ്ടാമത്തെ സൈഡും സ്റ്റിച്ച് ചെയ്യുക. 2 ഭാഗം സ്റ്റിച്ച് ചെയ്യുക. ഒന്ന് ഈ ഭാഗം, ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്യണം. ഒരു 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഈ ഫസ്റ്റ് ഭാഗം സ്റ്റിച്ച് ചെയ്തു. അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം അതേപോലെ തന്നെ ആ തുമ്പ് 2 ഒപ്പം വെച്ചിട്ട് 1/2 ഇഞ്ച് വീതിയിൽ അടിക്കുകയാണ് കേട്ടോ. ഇതേപോലെ അടിച്ചെടുക്കുക. ഞാനത് കറക്റ്റായിട്ട് അടിച്ചെടുത്തു. ഈ 2 സൈഡ് അടിച്ചെടുത്തു. ഇതിൻ്റെ അടിഭാഗം ഫോൾഡ് ചെയ്ത ഭാഗമാണ്, അവിടെ ക്ലോസ് ആണ്. ഈ മുകൾ ഭാഗം ഇവിടെ ഓപ്പൺ ആണ്. ഇതിൻ്റെ സെൻറ്റർ ഇത് 16 ഇഞ്ചല്ലേ, അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് 8 ഇഞ്ച്. എന്നിട്ട് ആ 8 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. 4 ഇഞ്ച്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 8 ഇഞ്ച് വരും. ഈ 2 മാർക്കിങ് 8 ഇഞ്ചാണ് വരുന്നത്. എന്നിട്ട് ഈ മാർക്കിങ്ങിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ. എന്താ ഇതേപോലെ അടിക്കുക. കാണിച്ചു തരാം, നിങ്ങൾക്ക് അടിക്കുമ്പോൾ മനസ്സിലാവും. ഇതേപോലെ കറക്റ്റ് വെച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ ഒരു 1/2 ഇഞ്ച് വീതിയിലാണ് ഈ അടിക്കുന്നത് കേട്ടോ. 1/2 ഇഞ്ച് വീതി വേണം ഈ മാർക്കിങ് വരെ. അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചിറക്കിയെടുക്കുക. ഓക്കെ, ഇതേപോലെ കറക്റ്റ് അടിച്ചെടുക്കുക. എല്ലാ ഭാഗത്തും ഒരേ വീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ വരും. എന്താ ഓപ്പൺ ഉള്ള സൈഡാണ്, അതേപോലെ വരും. ഈ മാർക്കിങ്ങിൽ നിന്ന് 1/2 ഇഞ്ച് വീതിയിൽ അടിച്ചിട്ട് ഈ മാർക്കിങ് വരെ അടിച്ച് മേലേക്ക് അടിച്ചിനെടുത്തേക്കണം കേട്ടോ. ഇതേപോലെ വരും. അവിടെ ഓപ്പൺ വരും, 2 സൈഡും ചെറിയൊരു ഓപ്പൺ. ഇനി ഇവിടെ നമ്മൾ ഈ അടിച്ചിട്ടുണ്ടല്ലോ, ഈ സ്റ്റിച്ചിൻ്റെ ഇപ്പുറത്തൊരു വെട്ടിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഈ സൈഡിലും ആ സ്റ്റിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ, ഉള്ളിക്കല്ല, സ്റ്റിച്ച് കഴിഞ്ഞിട്ട് വെട്ടിട്ട് കൊടുക്കുക. 1/2 ഇഞ്ച് വീതി നമ്മൾ അടിച്ച വീതിയിൽ ഒരു വെട്ടിട്ട് കൊടുത്തു. ഇനി ഇത് മറിക്കുകയാണ്. കറക്റ്റായിട്ട് അപ്പുറം മറിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ആ പോയിൻ്റൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുക്കുക. ഇതേപോലെ 2 സൈഡിലെ ആ പോയിൻ്റൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം അതുപോലെ വരിക. കറക്റ്റ് ചെയ്യുക കേട്ടോ. ഒന്ന് അയൺ ചെയ്താൽ മതി, എന്നാൽ കറക്റ്റായി കിടക്കും. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ വരും. ഇത് അടിഭാഗം, ഇത് മുകൾ ഭാഗം. ഇനി അവ രണ്ടാമത്തെ പീസ് എടുക്കണം. പീസ് എടുത്തിട്ട് ഇതേപോലെ സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്ത് കണ്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ മറ്റേ സൈഡും അതേ ഭാഗത്തേക്ക് തന്നെ ഫോൾഡ് ചെയ്ത് കണ്ട് ഒരു 1/2 ഇഞ്ച് വീതിയിൽ ആ സൈഡും സ്റ്റിച്ച് ചെയ്ത് കണ്ട് എടുക്കുകയാണ്. എന്നിട്ട് ഇത് മറിക്കുക. കറക്റ്റായിട്ട് മറിച്ചെടുക്കുക. ഇനി ഈ പീസ് നമ്മൾ ഫ്രണ്ട് പീസ് ആദ്യം അടിച്ച പീസുമ്പോൾ ഫിറ്റ് ചെയ്യാണ്. ഇതിൻ്റെ സെൻറ്റർ വെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഒരു മാർക്കിങ് കൊടുക്കുക. സെൻറ്റർ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ഫേസ് നെറ്റിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം
ഇത് കറക്റ്റ് ഇതാ ഈ വെട്ട് വരുന്നത് ഈ ഫ്രണ്ടിൽ വെക്കേണ്ട ഈ പീസിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ്. അതായത് ഈ പീസിൻ്റെ ഓപ്പൺ 8 ഇഞ്ചാണ് വരുന്നത്. നമ്മൾ ഈ ആ വെട്ടിട്ടില്ലേ സെൻറ്റർ മാർക്ക് ചെയ്തില്ലേ, ആ 8 ഇഞ്ച് രണ്ട് ഭാഗത്തേക്കും സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്യുക. 4 ഇഞ്ച് അങ്ങോട്ടും 4 ഇഞ്ച് ഇങ്ങോട്ടും, അങ്ങനെ ആ കറക്റ്റ് ആ സെൻറ്ററിൽ നിന്ന് 8 ഇഞ്ച് മാർക്ക് ചെയ്തു. ഓക്കെ, ഇങ്ങോട്ട് 4 ഇഞ്ചും ഇങ്ങോട്ട് 4 ഇഞ്ചും അങ്ങനെ 8 ഇഞ്ച് ടോട്ടൽ. ആ സെൻറ്ററിലാണ് ആ ഭാഗം വരുന്നത്, ആ ഫ്രണ്ടിലേക്ക് വരുന്ന പീസ് വരുന്നത് ആ സെൻറ്ററിലാണ്. അത് അതേപോലെ കറക്റ്റ് ആ ജോയിൻ്റ് ആ മാർക്കിങ്ങിൽ കറക്റ്റ് വരണം. ഇനി ഈ പീസ് ഒരു തലക്കന്ന് അടിച്ച് വരികയാണ്. ഈ പീസിൻ്റെ ഒരു ഭാഗം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യാണ്ട് ആ ഭാഗം ഉള്ളിലേക്ക് ഇതേപോലെ ഒരു 1/4 ഇഞ്ചിൽ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് വെക്കുക. രണ്ട് സൈഡും തുമ്പ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ആ എൻഡിലൂടെ അടിച്ചു പോരുകയാണ് കേട്ടോ. കറക്റ്റായിട്ട് അടിച്ചു പോരുക. രണ്ട് ഭാഗത്തിൻ്റെയും തുമ്പ് ഒരേ വീതിയിൽ തന്നെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് അതിന് എൻഡിലൂടെ കറക്റ്റായിട്ട് അടിച്ചു പോരുക. തുമ്പ് എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ വരണം. എന്നിട്ട് നമ്മൾ ആ മാർക്കിംഗ് ഇല്ലേ, ആ മാർക്കിംഗ് എത്തുമ്പോൾ ആ ഫ്രണ്ടിക്ക് വരുന്ന പീസ് അവിടെ വെച്ച് കൊടുക്കുകയാണ്. കറക്റ്റ് ആ മാർക്കിങ്ങിൽ ഇതേപോലെ ആ മാർക്കിങ്ങിൽ കറക്റ്റായിട്ട് ആ പീസ് അവിടെ വെച്ച് കൊടുക്കുക. ആ പീസിൻ്റെ ആ തള്ളി നിൽക്കുന്ന ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് ആ ഫോൾഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുത്തിട്ട് അടിക്കുകയാണ് കേട്ടോ. കറക്റ്റ് ആ മാർക്കിങ്ങിൽ തന്നെ വരണം, എന്നാലേ ഈ പീസിൻ്റെ സെൻറ്ററിൽ വരുള്ളൂ. എന്നിട്ട് രണ്ട് ഭാഗം ഫോൾഡ് ചെയ്യുക. അവിടെ ഓപ്പണായിട്ട് അവിടെ കിടക്കും. അപ്പോൾ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കും. അങ്ങനെ അത് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് കണ്ട് തുമ്പൊക്കെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കണ്ട് കറക്റ്റ് അടിച്ചെടുക്കുക. എന്നിട്ട് ഈ രണ്ടാമത്തെ മാർക്കിങ് വരുമ്പോൾ ഇതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് വെച്ചെടുക്കുക. എന്നിട്ട് രണ്ട് ഭാഗം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ആ മാർക്കിങ്ങിൽ ഈ ഫ്രണ്ടിലേക്ക് ഇടേണ്ട ആ പീസിൻ്റെ ആ പുറത്തേക്ക് തള്ളിക്കേണ്ട ഭാഗം കറക്റ്റ് ആ മാർക്കിങ്ങിൽ വെച്ച് കാണ്ട് ആ പീസിന് തെല്ലിലൂടെ അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ പീസിൻ്റെ ബാക്കിയുള്ള ഭാഗം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക. അതും അതിൻ്റെ തലക്ക പിടിച്ച് കണ്ട് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കണ്ട് കറക്റ്റിന് വലിച്ച് പിടിച്ചാൽ മതി. എന്നാൽ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് കവർ ചെയ്ത് പോകും. എന്നിട്ട് അങ്ങനെ കറക്റ്റായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ പീസിന് ഫുള്ള് റൗണ്ടിൽ മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ അടിക്കേണ്ട ഈ ഫേസ് നെറ്റ് ഒരു ലെയറുള്ളതാട്ടോ. ഇതേപോലെ ഇത് 2 ലെയറുള്ളത് അടിക്കുക, പല മോഡലുള്ളത് അടിക്കുക. നമ്മൾ ഒഴിവാക്കേണ്ട വേസ്റ്റ് ക്ലോത്തുകൾ, അതേപോലെ പഴയ അബായൻ്റെ ഷോളുകൾ. ഈ അടിക്കേണ്ട സ്റ്റിച്ച് ചെയ്യുന്നത് തന്നെ പഴയ ഒരു അബായൻ്റെ ഷോൾ കൊണ്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യണത്. അങ്ങനെ ഇതുപോലത്തെ നമ്മൾ വേസ്റ്റാക്കി കളയേണ്ട തുണികളുണ്ടാവും. അതുകൊണ്ട് ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസൊക്കെ നമുക്ക് അടിച്ചെടുക്കുക. അങ്ങനെ ഏകദേശം സ്റ്റിച്ചിങ് ഫുള്ളായി കംപ്ലീറ്റ് ആയി ഇതുപോലെ വരും. വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. കാരണം ഒരു അളവോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല, ഒഴിവാക്കേണ്ട ഒരു വേസ്റ്റ് പീസ് ഇട്ടാൽ മതി. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയി. വീഡിയോ കണ്ടതിന് നന്ദി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും. പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.